ശാന്തേവാ ചിരിയിൽ സീരിയൽ കാണുന്ന നേരത്ത് കമ്പത്തി നിർത്തിക്കോണം ശാന്തേവാ കാണുന്ന ജാഥയ്ക്കെല്ലാം സെറ്റുസാരിയും മുണ്ടുമുടുത്ത് വെയിലത്ത് കറങ്ങുവാൻ ശാന്തേവാ. ശാന്തയാണോ അല്ലേ? ഞാനും കാര്യം പറഞ്ഞു ചേട്ടാ, അതൊക്കെ പോട്ടെ. ഇതൊക്കെ പ്രശ്നങ്ങൾ അവര് പരിഹരിക്കാൻ വേണ്ടി ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്, അത് കുഴപ്പമില്ല. ചേട്ടാ, ചേട്ടൻ ആ ചേച്ചിയെ എന്തൊരു വസ്ത്രത്തിന്റെ പേരും പറഞ്ഞിട്ട് തല്ലുവല്ലോ, തുണിയുടെ എന്താ പേര്? അയൽക്കൂട്ടത്തിന് പോകുന്ന എന്റെ ഭാര്യയെ കുറിച്ചാണ് ഞാൻ പാട്ടുണ്ടാക്കിയത്. നിനക്കറിയോ, രാവിലെ അവൾ അയൽക്കൂട്ടത്തിന് പോകാൻ നേരത്ത്, അവള് തൊഴിലുറപ്പിന് പോകാൻ നേരത്ത് അവളുടെ സാരി, ബ്ലൗസ് ഇതെല്ലാം കഴുകി കൊടുക്കും. ഞാൻ വയറ് നിറച്ച് ഭക്ഷണം ഉണ്ടാക്കി ചോറ്റുപാത്രത്തിലാക്കിയാ ഞാൻ അവളെ വിടുന്നത്. വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ നമുക്ക് എന്നെ കാണുമ്പോ പുണ്യം. സത്യം പറയേച്ചി, ഇങ്ങനെ ജോലി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോ ഇങ്ങനെ ഭർത്താക്കന്മാരെ ദേഷ്യപ്പെടുന്ന ഭാര്യമാരെ തല്ലണോ കൊല്ലണോ ചേച്ചി പറ. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ഞാൻ മിന്നി കെട്ടിക്കൊണ്ട് വന്ന് എന്റെ ഭാര്യയെ ഞാൻ കൊല്ലണോ? ശരിപ്പോ കൊള്ളാലോ. അല്ലേ ചേട്ടാ, അല്ല ഈ ഉടുപ്പന്റെ ഇട്ടേക്കുന്ന ഇത് വേറെ മാറിപ്പോയെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. വേറെ കുഞ്ഞുങ്ങളെ ഞാൻ കഴിഞ്ഞ ഓണത്തിന്റെ അടുത്ത് വെച്ച എന്റെ ഓണക്കോടിയാ. അവൾ അതെടുത്തിട്ടാണ് തൊഴിലുറപ്പിന് പോകുന്നത്. ഇന്നലെ സൂര്യ ക്ലബ്ബുകാര് പിരിവിന് വന്നപ്പോ അടിപ്പാവട കൊടുത്തോണ്ട് നിൽക്കുകയാണ് ഞാൻ. വൈകുന്നേരം 5 മണി കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ അവള് ജോലി കഴിഞ്ഞ് വന്നപ്പോഴാണ് പുറത്തിറങ്ങിയത്. കൂടുതലൊന്നും സംസാരിക്കണ്ട. ഇതൊക്കെ ഈ കല്യാണം കഴിച്ചവർക്കൊക്കെ പറഞ്ഞേക്കുന്ന കാര്യമാണ്. നീ കല്യാണം കഴിച്ചാണോ? നീ കല്യാണം കഴിച്ചാണോ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. അതെന്താ കല്യാണം കഴിക്കാത്ത? നമുക്കൊരു സൗന്ദര്യ സങ്കല്പം ഉണ്ടല്ലോ നമ്മളെ കിട്ടാൻ. അവന്റെ ഭയങ്കര സങ്കല്പം. എന്തോ നിന്റെ സങ്കല്പം എന്തുവാ? അല്ല, എന്റെ സങ്കല്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പെണ്ണെന്ന് പറഞ്ഞാല് ഒരു കവള് നല്ല തക്കാളി പോലെ ഇരിക്കണം. തക്കാളി പോലെ കണ്ണ് നല്ല ഇതെന്താന്ന് പറയുക ലൂവിക്ക പോലെ ഇരിക്കണം. പിന്നെ മൂക്കെന്ന് പറയുമ്പോ നല്ല മുരിങ്ങക്ക പോലെ നിൽക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ മുടി ഉണ്ടല്ലോ, മുടി നല്ല പട്ടവല നിൽക്കുന്ന പോലെ അങ്ങനെ. അതാണ് ഒരു സങ്കല്പം. കവള് തക്കാളി പോലെ. അതെ, എനിക്ക് അതിന്റെ ഒരു സങ്കല്പം. നല്ല സുന്ദരിയായിരിക്കണം. ഇവന് വേണ്ടത് പെണ്ണല്ല, പിന്നെന്താ 50 രൂപയുടെ സാമ്പാർ കിറ്റ്. അല്ല, ഞാൻ ഒരു കാര്യം വിടാം. നിങ്ങൾ ആവശ്യമില്ലാതെ സംസാരിക്കണം. നിങ്ങൾ ഇവിടെ വന്നത് ഇത്രയും സമയം ഞങ്ങളുടെ പരിപാടിയുടെ സമയം എല്ലാം കളഞ്ഞില്ലേ? നിങ്ങൾക്ക് അന്തസ്സായിട്ട് ഇവിടെ എന്തെങ്കിലും പെർഫോം ചെയ്യാൻ പറ്റുമോ? ഞാനൊരു പാട്ട് പാടാം. ഒരു പാട്ട് പാടാം ഞാൻ. ഇനിയും ഒരു പാട്ട് പാടാം. പാട്ട് പാടിയാ എനിക്ക് സമ്മാനം തരുമോ? നിന്റെ സമ്മാനം തരുന്നതല്ല, ഇവിടെ എല്ലാവരുടെ മുമ്പ് വെച്ച് ഇവിടെ കൊണ്ട് സമ്മാനം തരും. മ്യൂസിക് കിട്ടെ. മ്യൂസിക് ഒക്കെ ആയിട്ടാണോ വന്നിരിക്കുന്നത്? മ്യൂസിക് കിട്ടണ ഊരി പോലെ ചേട്ടാ. ആ
പോവല്ലേ, നോക്കിക്കോ. അത് ശരി. ആ, സമ്മാനം ഉണ്ട്. പാട്ട് തീർന്നില്ല, പാട്ട് മൊത്തം പാടും. അവൻ വാക്ക് വായിക്കുന്നില്ലെന്ന് അറിയണമല്ലോ. എന്തുവാ എന്റെ പേര്? ഇല്ല, ഗൗരവത്തിലാണ് ചോദിക്കുന്നത്. അല്ല, ഈ കുടുംബം ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് കൈയ്യടി കൊടുക്കാവോ? ഞാൻ നോക്കട്ടെ, വിളിക്കണം. അയ്യോ, മൊത്തം ഫാൻസ് ആണല്ലോ. നോക്കാം. ഓടിപ്പിക്കുന്നു. പൊട്ടിച്ച് തല ചുറ്റി ഞാൻ ആകെ കൊഴഞ്ഞു കൊഴഞ്ഞിട്ട് വീഴുമേ. ആ, വീഴും ഇട്ടുപോഴും. ആ ചെറുക്കനെ കൊണ്ട് മേടിക്കല്ലേ. പൊട്ടിച്ച് തല ചുറ്റി ഞാൻ ആകെ കൊഴഞ്ഞു കൊഴഞ്ഞിട്ട് ഇപ്പോൾ വീഴുമേ. മനുഷ്യരല്ലേ നാം കുടിക്കുകയും, മനുഷ്യരല്ലേ നാം കുടിക്കുകയും, മനസ്സിന്റെ സമനില മാറാമെടാ. മോനെ, പൊന്നുമോനെ, കുട്ടാ, ആ, അവിടെ പോയി ഒത്തിരി മനസ്സിലായി. ആ, ഞാൻ പറയാതെ. ആ, മേലെ മനസ്സ് ഓ, ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. അതൊക്കെ വീടല്ലേ. കേട്ടോ, ഞങ്ങളൊരു പരിപാടി ചെയ്യുമ്പോ വേഗത്തോടെ വിളിച്ചതല്ലോ. ഷൂവിന്റെ കൂടെ ഫ്രീ ആണ് കൂടെ. മുത്തച്ഛന്മാർക്ക് ഇഷ്ടം പോലെ എന്നെ കുടിക്കാമല്ലോ. നീ അറിഞ്ഞോ മേലെ മാലത്ത് ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ടടാ. തുറക്കട്ടെ. വൃത്തിയായിട്ട് ആ മുട്ടുകളെ തിരിഞ്ഞു കൊടുത്തോ. ആയിരം ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. സംഭവിച്ചല്ലോ. വേണം കൊടുത്തോ. അതെ, ആര് പറഞ്ഞു ഇങ്ങോട്ട് കേറി വരാൻ? ഞാൻ വിളിച്ചില്ലായിരുന്നല്ലോ. സമ്മാനം തരാൻ സമ്മാനം തരാന്ന് പറഞ്ഞു. പക്ഷേ ഇവര് കണ്ടു, ഇവർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അവരിത് കയ്യടി തരും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്റെ നാടാടാ ഇത്. പുല്ലപ്പറയുന്ന ആൾക്കാരെ കൊണ്ടുവന്ന് കൈയടിക്കാൻ വേണ്ടി നിർത്തിയത്. ഇവിടെ NSS സ്കൂളിലാണ് ഞാൻ എന്റെ അനിയനും പഠിച്ചത്. അതല്ലേ? ഇവിടെ പലരും പറയത്തില്ല. അതിവിടെ പരിപാടിക്ക് വന്നപ്പോ തന്നെ പറഞ്ഞായിരുന്നു. അപ്പൊ ഞാനേ കുറച്ച് കുസൃതി ചോദ്യം അങ്ങോട്ട് ചോദിക്കാം. എന്നിട്ട് സമ്മാനം അത് ചോദിച്ച് കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ കറക്റ്റ് സമ്മാനമുണ്ട്.